മറ്റൊരു വാർത്തയിലേക്ക്. കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ അന്വേഷണവുമായി സഹകരിക്കാതെ രാജകുടുംബം. കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചിലരെ ചോദ്യം ചെയ്യുകയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാതിയുമായി രാജകുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്നാണ് രാജകുടുംബം ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന പരാതി. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഈ വിഷയത്തിൽ ഒരു കേസെടുക്കാതെ അന്വേഷണം നടത്താനുള്ള ആഗ്രഹമായിരുന്നു ഈ രാജകുടുംബത്തിന്, ആ കൊട്ടാരത്തിനുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പോലീസ് സ്വാഭാവിക നടപടികളുമായി ആണ് മുന്നോട്ട് പോയത്. മാത്രമല്ല, ഇത്ര അധികം സുരക്ഷയുള്ള, ഇത്രമധികം സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ എങ്ങനെ നഷ്ടപ്പെട്ടു? അതിനെക്കുറിച്ച് അറിയാവുന്ന ചിലരല്ലേ അതിന് പിന്നിൽ ഉണ്ടാവുക എന്ന സ്വാഭാവിക സംശയം പോലീസിനുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ടവർക്കെതിരെ അന്വേഷണം നടന്നത്. എന്താണിപ്പോൾ ഈ രാജകുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപം? എന്താണ്? പോലീസ് അവരെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. സജിത്ത്, ഈ ഒരു വിഷയത്തിൽ കവടിയാർ കൊട്ടാരത്തിൽ ഒരു മോഷണം നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം പുറമെ നിന്നുള്ളൊരു വ്യക്തിക്ക് അകത്ത് കയറി ഈ 2 കോടിയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിനകത്തുള്ളൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആളുകളുടെ ഒരു സഹായം ഇതിൽ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ കൊട്ടാരം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തുടക്കം മുതൽ അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ നവംബറിലാണ് ഈ സ്വർണ്ണാഭരണം അവിടെ നിന്നും അവസാനമായി കണ്ടത്. അതിനുശേഷമാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഇത്രയും മാസത്തെ ഒരു ഇടവേളയുണ്ട്. ആ ഇടവേള എന്തുകൊണ്ടുണ്ടായി എന്നടക്കമുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ദൂരീകരിച്ചാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന കാര്യം തീർച്ചയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊട്ടാരത്തിലെ രാജകുടുംബാംഗങ്ങളെയും ജീവനക്കാരെയും ഒക്കെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്, വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരുന്നത്. പക്ഷെ അത് രാജകുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു തരത്തിലേക്ക് രാജകുടുംബാംഗങ്ങളും കൊട്ടാര നിവാസികളും പരാതി ഉയർത്തുന്നു. ഒപ്പം തന്നെ പോലീസിന്റെ വാദം എന്ന് പറയുന്നത് ഈ കുടുംബം അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി സഹകരണം ഉണ്ടാകുന്നില്ല, ഈ ഒരു അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി വിവരങ്ങൾ ലഭ്യമാവുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വാദം. എന്ത് തന്നെയായാലും ഇതിൽ ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കവടിയാർ പോലെയുള്ള ഒരു തന്ത്രപ്രധാന മേഖലയാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, അവിടെ അത്ര പെട്ടെന്ന് പുറമെ നിന്നുള്ള ഒരാൾക്ക് കയറിക്കൊണ്ട് മോഷണം നടത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കൊട്ടാരത്തിലേക്ക് പുറമേ നിന്ന് വന്ന ആരെങ്കിലൊക്കെ, അതായത് യൂട്യൂബർമാർ അടക്കം അവിടെ വന്ന് ഇന്റർവ്യൂ മറ്റും ഷൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, സന്ദർശകർ വരാറുണ്ട് എന്നറിയാം. അവരെയൊക്കെ കേന്ദ്രീകരിച്ചും പോലീസ് തുടക്കം തൊട്ട് തന്നെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഈ ഒരു മോഷണത്തിലെ അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയതിലെ ഒരു അസ്വാഭാവികതയാണ് പോലീസ് തുടക്കം തൊട്ട് തന്നെ ചോദ്യം ചെയ്യുന്നത്. കാരണം തുടക്കത്തിലെ അന്വേഷണം അനൌദ്യോഗികമായിട്ട് വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പിന്നീട് അത് പോലീസ് അംഗീകരിക്കാതെ ഇരുന്നതോടുകൂടിയാണ് ഇപ്പോൾ പരാതിയുമായി വന്നത്. എന്നിട്ടും ഇതിലൊരു കൃത്യമായി ഈ 2 കോടിയുടെ ഒരു സ്വർണ്ണാഭരണങ്ങൾ, അതും അമൂല്യമായിട്ടുള്ള പുരാവസ്തു മൂല്യമുള്ള ഒരു ആഭരണം അവിടെ നിന്ന് നഷ്ടപ്പെടുക. പക്ഷെ അതിൽ ഇത്തരത്തിലുള്ള ഒരു അലംഭാവം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ചീത്തപ്പേരുണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്രയും മൂല്യമുള്ളൊരു വസ്തു രാജകുടുംബത്തിന് നഷ്ടമാകുന്നത് അതിനേക്കാട്ടും വലിയൊരു നഷ്ടമാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു ഇത്രയും മാസത്തെ ഒരു കാലതാമസം, ഒപ്പം ഈ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആക്ഷേപമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി, അത് ഇനിയും ദിവസങ്ങൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മോഷണം തെളിയിക്കാൻ പോലീസിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും മാസത്തെ ഒരു കാലതാമസം വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശിച്ചവരെയും ഇവിടെയുള്ള ജീവനക്കാരെയും രാജകുടുംബാംഗങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ പരസ്പരമുള്ള ഈ ഒരു ആക്ഷേപം ഉയരുന്നത്. എന്ത് തന്നെയായാലും ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ആരോപണം ഉയരുന്നതും. സജിത്ത്, ഇതാണ് രാജകുടുംബത്തിന് ഉന്നയിക്കുന്ന ആക്ഷേപം. അതാണ് എന്തായാലും ഇതിൽ ചില ദുരൂഹതകളുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതെന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാവേണ്ട കാര്യം കൂടിയാണ്. എന്തായാലും പോലീസിന്റേതായ ആരോപണമാണ് ഇപ്പോൾ രാജകുടുംബം ഉന്നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.